നാട്ടിൽ RSSന്റെയും BJPയുടെയും മാലിന്യ കൂമ്പാരത്തിലേക്ക് എത്താൻ ഒരു മടിയുമില്ലെന്ന് പറയുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒറ്റപ്പെട്ടതാണെങ്കിലും BJPയുടെയും RSSന്റെയും മാലിന്യ കൂമ്പാരത്തിലെത്താൻ ഒരു മടിയുമില്ലാത്ത ദുഷ്ടശക്തികളോട് ഒരു സന്ധിയുമില്ലാത്ത പോരാട്ടമായിരിക്കും ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIM സ്വീകരിക്കുക എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. CPIM വളർന്നത്, CPIM രൂപീകരിക്കപ്പെട്ടത്, CPIM ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരമായി പറഞ്ഞത് ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടല്ല. ഏതെങ്കിലും ഒരു വ്യക്തി ഈ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വ്യക്തി ഈ പ്രസ്ഥാനത്തെ ചതിച്ചാൽ ഈ പ്രസ്ഥാനത്തിന് ഒരു പോറൽ പോലും ഏൽക്കാനില്ല എന്നിത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രസ്ഥാനം വളർന്നത് നിരവധിയായ ധീരരക്തസാക്ഷികളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ഈ പ്രസ്ഥാനം വളർന്നത് ഒരു സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കാതെ തങ്ങളുടെ ജീവൻ പോലും ഈ പ്രസ്ഥാനത്തിന് ബലിയർപ്പിക്കാൻ തയ്യാറായ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആത്മവീര്യത്തിൽ നിന്നാണ്. ചതിയന്മാർക്ക് ഈ പ്രസ്ഥാനം ഒരു മാറ്റം കൊടുക്കുകയില്ല. ചതിയന്മാരോട് ഈ പ്രസ്ഥാനം ഒരിക്കലും പൊറുക്കുകയില്ല. ചതിയന്മാർ ഈ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിന് ഒരു കുലുക്കവും സംഭവിക്കില്ല എന്ന കാര്യം കൂടി ഓർമ്മിക്കാൻ ഇത്തരം ആളുകൾ തയ്യാറാകേണ്ടതുണ്ട്. മഹാനായ നിരവധി എഴുത്തുകാരെ ഞാൻ ഓർമ്മിക്കുകയാണ്. അതിലൊരു എഴുത്തുകാരന്റെ പേര് ആനന്ദ് എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു നോവലുണ്ട്, പരിണാമത്തിന്റെ ഭൂതങ്ങൾ എന്ന നോവൽ. ആ നോവലിലൊരു കഥാസന്ദർഭമുണ്ട്. വലിയ സമ്പന്നനായ ഒരു പ്രമാണിയാണ് ഉണ്ടായിരുന്നു ബോംബെ പട്ടണത്തിൽ. ആ പ്രമാണിയോടൊപ്പം ഒട്ടേറെ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രമാണി ഒരു ദിവസം വീണുപോയി. ആ വീണുപോയ പ്രമാണിയെ ഇങ്ങനെ എടുത്തുകൊണ്ടുപോകാൻ, ആ ശവശരീരം എടുത്തുകൊണ്ടുപോകാൻ ചിലരാദ്യം തയ്യാറായി. പിന്നെ ശവശരീരം എടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് അവസാനം 3 പേര് അവശേഷിച്ചു. പിന്നെ 2 പേര് അവശേഷിച്ചു. ആ രണ്ടാമനും ഇട്ടിട്ട് പോയി. അവസാനം എടുത്തുകൊണ്ടുപോകാൻ ഒരുത്തനുണ്ടായിരുന്നു. ആ ഒരുത്തനും ആ ശവശരീരത്തെ കുഴിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇട്ടുപോയി. ഇത്തരം അനുഭവമായിരിക്കും ഈ പ്രസ്ഥാനത്തെ, മതേതര രാഷ്ട്രീയത്തെ, ജനാധിപത്യത്തെ ആക്രമിക്കാനും ഒറ്റുകൊടുക്കാനും കൂട്ടുനിൽക്കുന്ന ദുഷ്ടശക്തികളുടെ പരിണാമം ഇതായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലക്ഷോപലക്ഷം മനുഷ്യർ വളർത്തിയെടുത്ത പ്രസ്ഥാനമാണിത്. ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തത് മതേതരത്വത്തിന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്, CPIM മുന്നോട്ട് പോകുന്നത്. ഈ മംഗലപുരത്തെ പാർട്ടിയെ വെല്ലുവിളിക്കാൻ, ഈ മംഗലപുരത്തെ ജനങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ, ഈ മംഗലപുരത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ചോദ്യം ചെയ്യാൻ ഒരാളും പറഞ്ഞിട്ടില്ല, ഒരു ചതിയന്മാരും പറഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ ഈ നാടിനെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാൽ ഉണ്ടായിരിക്കും. മംഗലപുരത്ത് പുതിയ പാർട്ടി ഏരിയ കമ്മിറ്റി ഉണ്ടായപ്പോൾ ആ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയെ നയിച്ചുകൊണ്ട് സഖാവ് ജലീലിനെ പോലുള്ള ജനകീയരായ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ തീർച്ചയായും മതേതര രാഷ്ട്രീയത്തെ കൂടുതൽ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളുടെ അർപ്പിതമാണെന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുമ്പോൾ ഒറ്റക്കെട്ടായി സഖാവ് കൊച്ചുരാജനെ പോലുള്ള ധീരരക്തസാക്ഷികളുടെ സ്മരണകളിൽ നമ്പിമറിയുന്ന ഈ മണ്ണിൽ നിന്ന് ഈ ദീപശിഖാ പ്രയാണം ആരംഭിക്കുന്നത് ഒരു ചരിത്ര സന്ദർഭത്തിലാണ്. നമ്മുടെ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കാൻ, നമ്മുടെ പ്രസ്ഥാനത്തെ ചതിക്കാൻ, നമ്മുടെ പ്രസ്ഥാനത്തെ വലതുപക്ഷ വർഗീയവാദികൾ കൊടുക്കുന്ന സമ്പത്തും അധികാര സ്ഥാനവും കിട്ടുന്നതിന് വേണ്ടി ഈ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കുന്നവരുടെ മുന്നിൽ സഖാവ് കൊച്ചുരാജനെ പോലുള്ള ധീരരക്തസാക്ഷികളുടെ സ്മരണകളിൽ എന്ന് പറയും എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുമ്പോൾ ആ സ്മരണകൾ ഒരു കൊടുങ്കാറ്റായി ഈ നാട്ടിൽ പടരും. ആ കൊടുങ്കാറ്റ് വിപ്ലവ ബഹുജന പ്രസ്ഥാനത്തെ ഈ രാജ്യത്ത് ഏറ്റവും മഹത്തായ പ്രസ്ഥാനമാക്കി മാറ്റും. ഒരു സംശയവും വേണ്ട. മഹാനായ മാവോസേപ്പോൾ 2 തരം മരണങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്ന്, ഒരു ചെറുകാറ്റടിച്ചാൽ 10 പറന്നു പോകുന്ന സാധാരണ മരണം. മറ്റൊന്ന്, എത്ര കൊടുങ്കാറ്റുകൾ ആ
ആഞ്ഞടിച്ചാലും അനക്കമില്ലാത്ത പർവ്വതത്തിന്റെ ഗംഭീര്യത പോലെ കനമുള്ള മരണം. സഖാവ് കൊച്ചുരാജന്റെ രക്തസാക്ഷിത്വം എത്ര കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചാലും അനക്കമില്ലാത്ത പർവ്വതത്തിന്റെ ഗംഭീര്യത പോലെ കനമുള്ള മരണമായിരിക്കും. CPIM-ന്റെ മംഗലപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ നിന്ന് ആരംഭിക്കുന്ന ദീപശിഖാ പ്രയാണം CPIM-ന്റെ ജില്ലാ സമ്മേളനം ചേരുന്ന കോവളത്ത് പരിസമാപിക്കുമ്പോൾ തീർച്ചയായും മതേതര രാഷ്ട്രീയത്തെ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നമ്മുടെ പോരാട്ടത്തിന് വലിയ ഊർജമാകും സമ്മാനിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് സഖാവ് ജലീലും സഖാവ് സായികുമാറും ഉൾപ്പെടെയുള്ള CPIM-ന്റെ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ഈ ദീപശിഖാ പ്രയാണം ഉദ്ഘാടനം ചെയ്താൽ അറിയിക്കുമ്പോൾ അഭിവാദ്യങ്ങൾ.